കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അമ്മമാരുടെ വിളികൾ ധാരാളം വരുന്നുണ്ട്. മക്കൾ പഠിക്കുന്നില്ല, മക്കൾ ഉറക്കത്തിലാണ്, പഠിക്കാൻ പറയുമ്പോൾ പുസ്തകം എടുക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മ പറയുന്ന പുസ്തകം എടുക്കുന്നില്ല, കുട്ടിക്ക് ടെൻഷനാണ്. സത്യത്തിൽ കുട്ടിക്കാണോ ടെൻഷൻ? അമ്മയ്ക്കല്ലേ ടെൻഷൻ? ഇത്രയും നാൾ അമ്മ എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പറയും, പല തിരക്കുകളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ മക്കൾക്ക് പരീക്ഷ എടുത്തത്, ഞാൻ ഇന്നു മുതൽ ലീവാണ്, ഇന്നു മുതലാണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ഇത് ശരിയായ ഒരു രീതിയാണോ? പലപ്പോഴും നമ്മുടെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പരീക്ഷ എടുക്കുമ്പോൾ പഠിപ്പിക്കുക, അതാണ് ശരിയെന്ന്. പക്ഷെ ഞാൻ പറയും, അന്നന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ അന്നന്ന് പഠിച്ചു തന്നെ കുഞ്ഞുങ്ങള് പഠിക്കാൻ പഠിക്കണം. എനിക്ക് നേരമില്ല എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനെന്ന് അമ്മ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്മയുടെ ആ നേരമില്ലായിക മക്കളിലേക്ക് കൊടുക്കുകയാണെന്ന് സാരം. അപ്പോൾ അച്ഛൻ ചോദിക്കും, ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ലേ, അമ്മയ്ക്ക് മാത്രമേ ഉത്തരവാദിത്വമുള്ളോ എന്ന്. കണക്കുകൾ അനുസരിച്ച് കേരളത്തിലെ 89% വീടുകളിലും അമ്മയുടെ ഉത്തരവാദിത്തമാണ് കുട്ടികളുടെ പഠനം. 11% അച്ഛന്മാര് മാത്രമേ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് പ്രാധാന്യം കൊടുത്ത് അവരോടൊപ്പം നിന്ന് പഠിപ്പിക്കുന്നുള്ളൂ. എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്? അച്ഛനാണോ കുട്ടിയുടെ പഠനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അമ്മയാണോ, അതോ നിങ്ങൾ രണ്ടാളും കൂടിയാണോ? നമുക്ക് പലപ്പോഴും PTA മീറ്റിങ്ങുകളിൽ വരുന്ന അച്ഛന്മാരുടെ എണ്ണം ശ്രദ്ധിച്ചാൽ വളരെ കുറവായിരിക്കും. നേരമില്ല എന്ന് പറയും. പല വീടുകളിലും വീട്ടമ്മമാരാണ് അമ്മമാര്. ഇതൊക്കെ നമ്മൾ ന്യായമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അമ്മമാർക്ക് ഇമോഷണലി താഴേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. കാരണം മക്കള് മാർക്ക് വാങ്ങിയില്ല എങ്കിൽ അമ്മമാരുടെ കഴിവുകേടെന്ന് അച്ഛനും അച്ഛന്റെ വീട്ടുകാരും ആരോപിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. ആ സമയത്താണ് അമ്മ ഈ ഭയത്തോടെ ഓടുന്നത്. ഇവിടെ കുട്ടിയുടെ പഠനം എന്നത് അച്ഛന്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളായ എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കി വീട്ടിൽ പഠന സാഹചര്യം ഒരുക്കുകയാണ് എങ്കിൽ കുട്ടിയുടെ ഓണപ്പരീക്ഷയോ ക്രിസ്മസ് പരീക്ഷയോ ആനുവൽ എക്സാമോ SSLC എക്സാമോ +2ന്റെ എക്സാമോ ഒരു ഭാരമാവില്ല ഒരിക്കലും. ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ആണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. 1 കുട്ടി, 2 സ്കൂള് അധ്യാപകര്, 3 കുടുംബം, കുടുംബാന്തരീക്ഷം, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും. ഈ ഗോൾഡൻ ട്രയാങ്കിളിന്റെ ഉള്ളിൽ കുട്ടി 100% സുരക്ഷിതമാണ് എങ്കിൽ, സ്നേഹത്തോടെ പഠിക്കുവാൻ തയ്യാറായാൽ, 100% ഡെഡിക്കേഷനോടെ ആ കുടുംബത്തിന് പഠനം എന്നത് ആ കുടുംബത്തിന്റെ സംസ്കാരമായാൽ മാത്രം മതി. കുട്ടിയുടെ പരീക്ഷ പ്രമാണിച്ച് ആരും വേവലാതിപ്പെടേണ്ടതില്ല. ഓൾറെഡി അത് നടന്നോളും. കൊച്ചു പ്രായത്തില് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പല്ല് തേപ്പിക്കാൻ നമ്മൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരാള് പല്ല് തേക്കാതെ ആഹാരം കഴിക്കുമോ? എന്ന് പറഞ്ഞതുപോലെ നിത്യേനയുള്ള ഒരു രീതിയായിട്ട് പഠനം മാറിയാൽ കുട്ടിക്ക് അത് അനായാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല. കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് കള്ളക്കടം മേടിച്ച് EMI അടച്ചു തീർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഏറ്റവും പ്രധാനം പഠനം സംസ്കാരമാക്കുക, ഒപ്പം പരീക്ഷകളെ ആഘോഷമാക്കുക. ലേണിംഗ് ഫെസ്റ്റിവൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നോടൊപ്പം ലെറ്റ്യൂഡിൽ വരുന്നവർക്ക് ലേണിംഗ് ഒരു ഫെസ്റ്റിവൽ ആയിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ മണ്ഡല വർക്കിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. നിറങ്ങൾക്ക് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ ടെൻഷൻ മാറ്റി
പരീക്ഷയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരു മണ്ഡല വർക്കുണ്ട്. രണ്ടുപേർക്കും വേറെ വേറെ മണ്ഡലകളാണ്. അമ്മയുടെ ഇമോഷൻ അല്ലല്ലോ മക്കളുടെ ഇമോഷൻ. അതിന്റെ പ്രിന്റും തരും. നിങ്ങൾക്ക് അതിൽ ചിത്രം വരച്ചാൽ മാത്രം മതി, ആ ചിത്രത്തിൽ കളർ ഇട്ടാൽ മാത്രം മതി. അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്. അവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ തരും. ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും റിലാക്സ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി. മണ്ഡലയോടൊപ്പം സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന അതിവിശിഷ്ടമായ ഒരു വോയിസും നിങ്ങൾക്ക് കേട്ടുകൊണ്ട് മണ്ഡല ചെയ്താൽ മനസ്സമാധാനത്തോടെ ഇരിക്കാനാവും. കാരണം വെപ്രാളപ്പെട്ട് ഓടുകല്ല, നമ്മളുടെ മീ ടൈം സന്തോഷത്തോടെ ഉപയോഗിക്കുവാനുള്ള ഒരു ടൂളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സാപ്പിന്റെ ലിങ്കാണ്. വീഡിയോ ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. നിങ്ങളും കുട്ടികളുടെ പരീക്ഷ പ്രമാണിച്ച് എന്തെല്ലാം വേവലാതികൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. പറയൂ, അതും കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക.